ആയിട്ടുള്ള ഒരു സോങ് ഭയങ്കര രസമായിട്ട് തന്നെ പാടി. താങ്ക് യു ചേച്ചി. ഇത് ആരാ എഴുതിയേ? ഓക്കെ, അപ്പൊ എന്തായാലും കറക്റ്റ് സമയത്താണ് പാട്ട് ചൂസ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം. ആദ്യം തന്നെ ശരത് സാറോട് തന്നെ ചോദിക്കാം. ഞാൻ പറയട്ടെ? അല്ല, അത് എം ശരത് സാർ. അത് എം ശരത് സാർ. ഇത് ഇപ്പോൾ ദേവരായ മാഷെ പാട്ട്. ദേവരായ മാഷ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ ആദ്യമായി എഴുതാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നൊരു കാര്യം, നീ എഴുത്തിൻ്റെ കാര്യത്തിൽ നീ വാക്കുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, സംഗീതം മറ്റുള്ളവർ നോക്കിയോളൂ, അതിനുവേണ്ടി നീ ബലം പിടിക്കേണ്ട, അവർ ചെയ്തോളൂ. അപ്പോൾ മാഷ് ഒരിക്കലും ട്യൂണിട്ട് പാട്ട് എഴുതിച്ചിട്ടില്ല. എഴുതി അക്ഷരം കണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഭാവം വരുള്ളൂ. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നൊരു ഉപദേശിച്ചപ്പം ലാല എന്നൊരു ട്യൂൺ തന്നു. അവിടെ നമുക്ക് പെണ്ണെ എന്ന് എഴുതാം, അമ്മയെന്ന് എഴുതാം, മോളെ എന്ന് എഴുതാം, മീറ്റർ കറക്റ്റാണ്. പക്ഷെ 3 വാക്കിനും 3 ഭാവമാണ്. അമ്മയെന്ന് വിളിക്കുന്ന ഒരു വേറെ രീതി, പെണ്ണെ എന്ന് വിളിക്കുന്ന വേറെ രീതി, മോളെ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ 3 ഒരു 2 നോട്ടിന് ഇത്രയും ഇത് 3 ഭാവങ്ങൾ മാറ്റും. അതാണ് സംഗീതം ചെയ്യേണ്ടത്. ഒരു ന്യൂസ് എടുത്ത് തന്നു കഴിഞ്ഞാൽ ഞാൻ ട്യൂൺ ചെയ്ത് തരാമെന്ന് അദ്ദേഹം പറയും. പത്രം എടുത്ത് കാണിച്ചാൽ, കാര്യം എനിക്ക് വാക്ക് കാണണം, കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സംഗീതം ഉണ്ടാവുള്ളൂ. വാക്കിനകത്ത് കിടക്കുന്ന സംഗീതം എന്താണ് എന്ന് എന്നെ എന്നോട് പറഞ്ഞ ആദ്യത്തെ ഉപദേശം അതായിരുന്നു. ഒരു പാട്ട് ചെയ്യുമ്പോൾ, നീ എഴുതുമ്പോൾ സംഗീതം മൂളി 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 നീ എഴുതിയ വാക്ക് അന്വേഷിക്കേണ്ട ഗതികേടുണ്ടാവരുത്. സംഗീതം പാടുന്ന കൂട്ടത്തിൽ തന്നെ നിന്റെ വാക്കും അവിടെ വന്നിരിക്കണം, അല്ലെങ്കിൽ നീ പരാജയപ്പെട്ടവനാണ്. അപ്പം അദ്ദേഹം വേറൊരു ചെറിയൊരു കഥ പറഞ്ഞു. 2-3 മുനിമാർ ഒരു കാട്ടിൽ താമസിക്കുക. എല്ലാ ദിവസവും ഭിക്ഷ അയച്ചു കഴിഞ്ഞ് വന്നൊരു സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി ഭജന നടത്തും. സംഗീതം അറിയാൻ വയ്യാത്തവരാ, അവർക്ക് വിളിക്കാൻ മാത്രമേ അറിയുള്ളൂ. ദൈവത്തിനെ വിളിക്കും. ആദ്യത്തെ കീർത്തനം തുടങ്ങുമ്പോൾ തന്നെ, കീർത്തനമൊന്നുമല്ല, അവർ പാടുന്നു, അവരുടെ ഇഷ്ടാനുസരിച്ച് പാടുന്നു. വന്നിരുന്നു, തുടങ്ങുമ്പോഴേ ദൈവം വരും. വന്നിരുന്നു, ഭജന കഴിഞ്ഞാൽ താഴെ വെച്ചിട്ടേ പോവുള്ളൂ. അപ്പം അങ്ങനെ ഒരു ദിവസം നിൽക്കുമ്പോൾ ഒരു നല്ല ഗായകൻ അതിലെ പോകുന്നു, ആ വഴിയെ നന്നായിട്ട് പാടുന്നു. അപ്പം ഇവർക്ക് തോന്നി, ഞങ്ങളുടെ ഈ തല്ലിപ്പൊളി ശബ്ദം കേട്ട് ദൈവം നല്ലൊരു പാട്ട് കേൾക്കട്ടെ, അദ്ദേഹത്തെ വിളിച്ചിരുത്താം. അങ്ങനെ അദ്ദേഹത്തെ ക്ഷണിച്ച് അതിഥിയാക്കി അന്നത്തെ വൈകുന്നേരത്തെ ഭജന ഇദ്ദേഹം തുടങ്ങിയിട്ട് ആദ്യത്തെ കീർത്തനം കഴിഞ്ഞു, ദൈവം വരുന്നില്ല. അടുത്ത കീർത്തനം കഴിഞ്ഞു, ദൈവം വരുന്നില്ല. ഇപ്പം ഇവർക്ക് പേടിയായി. 3ാമത്തെ കീർത്തനം ഇവർ പാടാൻ തുടങ്ങിയപ്പോൾ ദൈവം വന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ചോദിച്ചു, അങ്ങനെ എന്താ ഞങ്ങളുടെ ഈ സിമൻറ്റ് തറയിലിട്ട് ചിരട്ട ഉരയ്ക്കുന്ന ശബ്ദത്തിൽ പാടിയിട്ട് അങ്ങ് വരികയും ഇത്രയും നന്നായി പാടുന്ന ഒരു ഗായകൻ്റെ മുമ്പിൽ അങ്ങ് പ്രത്യക്ഷപ്പെടാത്തത് കഷ്ടമല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ദേവരായ മാഷ് എന്നോട് പറയുന്നൊരു കാര്യം കേട്ടോ, നമ്മൾ സംഗീതം പാട്ട് പാടുമ്പോൾ മിക്കവാറും എല്ലാവർക്കും കുഴപ്പമുണ്ടാകുന്ന, കുഴപ്പമല്ലത് ഈ സംഗതികളും ശ്രുതികളിലേക്കായിരിക്കും കൂടുതൽ ശ്രദ്ധ വരിക, വരികളിലേക്ക് വരില്ല. വരികളിലാണ് അതിൻ്റെ ഭാവം കിടക്കുന്നത്. അപ്പോൾ ദൈവമേ എന്നൊരു വിളി വിളിച്ചാൽ, നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിനകത്ത് സംഗതികളില്ലെങ്കിലും ആ വിളിക്ക് ഒരു ഭാവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓടി വരുന്നത്. അദ്ദേഹം പാടുമ്പോൾ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പം നിങ്ങൾ ഗായകർ ചെയ്യുന്നത് തീർച്ചയായും ലിറിക്കിൽ, ഇപ്പം മോള് പാടിയുമ്പോൾ ഇവരിപ്പോൾ എന്താ പറയാൻ പോകുന്നത് എനിക്കറിയില്ല. കൂട്ടിനകത്ത് കമിഴ്ന്ന് കിടന്ന് മയങ്ങുമ്പോൾ, അപ്പോൾ ആ മയക്കത്തിൽ ആദ്യം പാടിയപ്പം ഒരു ചെറിയ ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് നന്നായിട്ട് തോന്നി. കാര്യം കൂട്ടിനകത്ത് തളർന്ന് കിടക്കുക, അപ്പോൾ എല്ലാ അക്ഷരവും വരണമെന്നില്ല. ആ മയക്കത്തിന് സുഖം ഉണ്ടായിരുന്നു. മോളുടെ പ്രായത്തിൽ അത് മനസ്സിലാക്കി അല്ല പാടിയെങ്കിലും, നാളത്തെ ഭാവിയിലൊരു പെൺകുട്ടിയാകുമ്പോൾ ഈ തളർച്ചയും ഈ കമഴ്ന്ന് കിടക്കലും പച്ചില മെതിയടി ഒച്ച കേൾക്കേണ്ട ഒരു റിഹേഴ്സലാണ്. അത് ശരിയാണ്. അങ്ങനെ ആദ്യം അങ്ങനെ ദൂരെ ഇരുന്ന് ആദ്യം കുന്നിൻ്റെ മുകളിൽ നിന്ന് വിളിക്കണുണ്ടോയെന്നാണ് ശ്രദ്ധിച്ചല്ലേ. ഒരാൾ ഒളിവിന് വന്ന് താമസിക്കുന്ന ഈ കഥ, സത്യനന്ദൻ്റെ കഥാപാത്രം ഒരു കുടിൽ വന്ന് ഒളിവിന് താമസിക്കുമ്പോൾ സത്യനോട് ഈ പാടുന്ന കഥാപാത്രത്തിന് പ്രണയം ഉണ്ടാകുന്നു. അപ്പോൾ അത് ഒരു കിളിയോട് പറയുകയാണ്, നിനക്കും ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉള്ളിലുള്ള കിളിയാണ് ചോദിക്കുന്ന അങ്ങോട്ട്. അപ്പോൾ പുറത്ത് കൂട്ടിൻ്റെ അകത്ത് കുന്നിൻ്റെ മുകളിലിരുന്ന് കുഴൽ വിളിച്ച ആൾ അടുത്ത കഴിഞ്ഞപ്പോഴത്തേക്ക് പച്ചില മെതിയടി അടുത്ത് വന്നു, നടന്ന് കേൾക്കുന്നുണ്ടോന്ന് ശബ്ദം. എന്തായാലും മോള് അടുത്ത ഭാവിയിലേക്ക് ഈ പറഞ്ഞിപ്പോൾ പാടിയ കാര്യങ്ങൾ ഒത്തിരി വളർന്ന് വരുമ്പോൾ കുറച്ചുകൂടെ ഇതിൻ്റെ അകത്ത് ഇൻറ്റിമേസ് കൂടും. ആ പ്രായം വരുന്നതനുസരിച്ച് മോളുടെ പെണ്ണിൻ്റെ അന്വേഷണം കുറേ കൂടെ മധുരിതമാകും. അങ്ങനെ ആവട്ടെ. ഹലോ അമ്മക്കുട്ടി. ഹലോ സർ. എനിക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. ഒരു കൂൾ സിംഗിങ്, അതാണ്. യാതൊരു എന്താ പറയുന്നത്, ടെൻഷനോ ഒന്നുമില്ല. പാടി പോവുകയാണ് അങ്ങ്. ഇറ്റ് വാസ് സോ ഗുഡ് ആൻഡ് അത്ര ആപ്റ്റ് ആയിട്ടത് ശരത്ത് പറഞ്ഞു. എന്തായാലും ഈ ഒരു തലമുറയിൽ ഇത്രയും വർഷങ്ങൾ
മുൻപിലത്തെ ഈ പാട്ടുകൾ പാടാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അതും സോ കൂൾ, സോ പെർഫെക്റ്റ്. എനിക്ക് തോന്നിയ ഒരേ ഒരു പ്രശ്നം ഈ ടെമ്പോ ലേശം ഒരു നെല്ലിട കൂടിയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. അത് ഐ ലീവ് ഇറ്റ് ടു ശരത് എം. ഓക്കെ, ശരത് എം സാർ. മക്കളെ, എന്താ സർ? എന്ത് രസമുള്ള പാട്ടാടാ അത്. പിന്നെ ഈ ഒരു കോമ്പിനേഷൻ പാട്ടോടെ എല്ലാം അതിമനോഹരങ്ങളാണ്. നമ്മൾ എത്രയോ പാട്ടുകൾ പാടി ഇവിടെ കേട്ടു. എല്ലാം ഒരു നിവൃത്തിയില്ല. കാരണം ആ ഒരു കോമ്പിനേഷൻ ഒരു സ്ട്രെങ്ത് ഉണ്ട്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ അത് ഒരു വല്ലാത്ത കൂട്ടുകെട്ടാണ്. അപ്പൊ മക്കളെ നന്നായിട്ട് പാടി കേട്ടോ കുഞ്ഞി. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ മോളെ. മക്കളെ പല്ലവി ഒന്ന് പാടാമോ? നമുക്ക് ചുമ്മാ ഒരു രസത്തിന് ഒരു സന്തോഷമല്ലേ അതൊക്കെ. കല്യാണി കളവാണി ചൊല്ലം ചൊല്ലം മിനി ചൊല്ലേ. അത് അമ്മിണി കുറച്ചും കൂടെ നന്നാക്കും. കാര്യം എൻ്റെ അമ്മയുടെ പേരാ അമ്മിണി എന്ന്. ഞാൻ അത് വിട്ട് കളിക്കത്തില്ല. അത് വിട്ട് ഒരു കളിയില്ല. ചൊല്ലം മിനി ചൊല്ലേ. വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ ആൺപൂവാണേലമ്പലപ്പുഴ ഉണ്ണി. മോളെ ആൺപൂ ഒന്നുകൂടെ പാടാമോ? ആൺപൂവാണേലമ്പ ആ ഒരു ആൺപൂവാണേലമ്പലത്തില് മോളെ അവിടെ ഒരു ശക്തിക്കുറ. ആൺപൂവാണേലമ്പലത്തില് അതാ ഭാവം എപ്പോഴും വെച്ചോണം. ഉണ്ണിക്കണ്ണന് പൂജയ്ക്ക് പെൺപൂവാണേലാഹ. അത് പെൺപൂവാണേലാഹ പെൺപൂവാണേലാഹ. മറ്റൊരു കാർ വർണ്ണനുമാലയ്ക്ക് കല്യാണി കളവാണി ചൊല്ലം മിനി ചൊല്ലേ. മതി മക്കളെ, മതി. അതുപോലെ തന്നെ അടുത്ത ചരണവും അങ്ങനെ തന്നെ മോള് പാടിയ നന്നായിരിക്കും. പക്ഷെ നല്ല രസമാണ് മോളിൽ നിന്ന് പാടുന്ന കാണാൻ കേൾക്കാനും. ഇതൊക്കെ നമ്മൾ മോളെ ഇത് ഫൈൻ കറക്ഷനാണ്, അല്ലാതെ ഭീകര തെറ്റ് അതൊന്നുമല്ല. കുറച്ചും കൂടെ ഒരു സൗന്ദര്യം വരാൻ വേണ്ടി പറയുന്നത്. കാര്യം ഈ പാട്ടുകളൊക്കെ നമ്മുടെ സ്വത്താണ്, മലയാളികളുടെ സ്വത്താണ്. ഇത് നമ്മൾ ആരും അങ്ങനെ ചുരട്ടി കളിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു ശരത് എം സർ. ചേച്ചി അമ്മേക്കുട്ടി, എന്താ മാം? ഉഗ്രൻ പാട്ട് സെലക്ഷൻ. താങ്ക് യു മാം. മോള് നല്ല രസമായിട്ട് പാടി. താങ്ക് യു മാം. മോൾക്ക് നല്ലോണം ചേരുന്നുണ്ടായിരുന്നു, മോളുടെ വോയിസിന് നല്ലോണം ചേരുന്നുണ്ടായിരുന്നു. താങ്ക് യു മാം. പിന്നെ എനിക്കും വേണുചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ടെമ്പോ ഇച്ചിരി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. മേ ബി എനിക്ക് തോന്നിയതായിരിക്കാം. പക്ഷെ എപ്പോൾ പാടിപ്പിച്ചു തന്നില്ലേ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള്, അത് മേ ബി ടെമ്പോ കുറവുണ്ടായിരുന്നെങ്കിൽ അത് ഇച്ചിരി വൃത്തിക്ക് നമുക്ക് കേൾക്കായിരുന്നു എന്ന് ഫീലിംഗ്. ഓക്കെ, പക്ഷെ മോള് സൂപ്പറായിട്ട് പാടി. നല്ലൊരു പാട്ട് നമുക്ക് ഇവിടെ പാടി തന്നല്ലോ, അത് നമുക്ക് ഭയങ്കര സന്തോഷമായി. ഓക്കെ അമ്മേക്കുട്ടി, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. അമ്മയെക്കുട്ടി, ഒരു കാര്യം, എൻ്റെ കുറച്ച് ഹിറ്റ് പാട്ടുകൾ അത് വളരെ കുറച്ച്, അതെല്ലാം എനിക്ക് പറഞ്ഞു തന്നത് എല്ലാം സിംഗേഴ്സാണ്. രവിയേട്ടൻ, ജോൺസ് ഏട്ടൻ, ഈ ഇരിക്കുന്ന ശരത്ത്, ഇവര് പാടി കൃത്യമായി തരുമ്പോൾ അതിൻ്റെ ഒരു 50% നമ്മൾ പാടിയാൽ മതി. അത് മുഴുവൻ അതിലുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അല്ലേ, പറഞ്ഞു തരുമ്പോഴും ഇല്ലേ? അതാണ് പാട്ടുകാർ കൂടിയായ സംഗീത സംവിധായകരുടെ ഗുണം കേട്ടോ. ഓക്കെ, താങ്ക് യു. മോളെ ഒരു കാര്യം കൂടി, മോളിപ്പോ ഇത്ര നേരം ഒരു ചെറിയ പേടിയില്ലായിരുന്നു പാടുമ്പോ? ഇല്ല. ഉറപ്പാണോ? ഒരു കാര്യം ചെയ്യോ, ഒന്ന് പതുക്കെ ഒരു നാണമുള്ള ചിരിയോടെ ആ കല്യാണി കളവാണെന്ന് പാടിക്കേ. ചിരിയോടെ ഒന്ന് ചിരിച്ചോണ്ട്, പതുക്കെ ചിരിച്ചോണ്ട്, വെറുതെ. അപ്പൊ അതിന്റെ ഇത് മാറും, ഭാവം മാറും. ഒന്ന് പതുക്കെ ചിരിച്ച്, ചെറിയ നാണവും ഒന്ന് ചിരിക്കും. കല്യാണി കളവാണി ചൊല്ലം മിനി ചൊല്ലേ. വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ ആൺപൂവാണേലമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് പൂജയ്ക്ക് പെൺപൂവാണേലാഹ. മറ്റൊരു കാർ വർണ്ണനുമാലയ്ക്ക് കല്യാണി കളവാണി ചൊല്ല
ഇതിനകത്ത് മോൾക്ക് മനസ്സിലാകാത്ത, മോളുടെ പ്രായത്തിന് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ഒരു പെണ്ണൊരു തീരുമാനം എടുത്താൽ അത് നടപ്പാക്കിയിരിക്കും. ഉറപ്പാത് അത് അപ്പം നമുക്ക് അത് ആർക്കും ദൂരെ ഇരുന്ന് കുന്നിൻ്റെ ചരിവിലിരുന്ന് കുഴൽ വിളിച്ചയാള് ചെരുപ്പിട്ട് അടുത്ത് വന്നു. ഇപ്പോൾ മനസ്സിലെ മോഹം അടുത്ത് വരും. അതുകൊണ്ടാണ് ആൺപൂവാണെങ്കിലും പെൺപൂവാണെങ്കിലും ഒന്ന് ഒരു കണ്ണന്, പെൺപൂവാണെങ്കിൽ വേറൊരു കണ്ണന്. കാര്യം തീരുമാനം എടുത്ത് ഹെഡ് ഓഫ് ട്രെയിൽ നമ്മൾ പറയില്ലേ, ഹെഡാണെങ്കിലും ട്രെയിനാണെങ്കിലും ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. ജയിച്ചാൽ KFC, തോറ്റാൽ മക്ഡൊണാൾഡ്സ്. മോളിപ്പോ ചിരിച്ചു പാടിപ്പോഴല്ലേ ടോണ് നല്ല ബ്രൈറ്റ്. അല്ല ആ ചിരി ആദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മറ്റേ ഉണ്ണിയപ്പം കട്ട കൊച്ചിനെ അമ്മ അടിക്കാൻ പിടിച്ചപ്പോൾ ഉള്ള ഫീലായിരുന്നു. സ്റ്റാർട്ടിങ് ഭയങ്കര നല്ല സുഖമായിരുന്നു മോളെ. ഓക്കെ. അപ്പൊ എന്തായാലും അമ്മയാ, ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ, വേണു ചേട്ടാ. അമ്മേ കുട്ടി എന്താ സർ? 8.25. താങ്ക് യു സർ. മുക്കാലിന്റെ കണക്കെന്താണ്? നീ വേണിച്ചേട്ടൻ്റെ ഒരു 7.5. അല്ല ഇനി ജി വേണുഗോപാൽ എന്ന് വിളിക്കും. മുക്കാല മുക്കാബുല്ല ലൈല. ഓ ലൈല. അതായിരിക്കും നല്ലത്. വേണിച്ചേട്ടൻ്റെ തീം എന്നെ മുക്കാല് ഒന്നേ കാലര എന്നൊക്കെ പറഞ്ഞു. ആ വൃത്തികേട് വേണിച്ചേട്ടാ. ഇനി മുതൽ ഞാനത് കറക്റ്റ് ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, ശരത് സർ. എന്താ? അയ്യോ സോറി, ശരത് എം സർ. ഓ എം സാർ മോളെ 8.6. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി ഓക്കെ. എഴുതി ഇട്ട് കഴിഞ്ഞു. സോ ടോട്ടൽ 17.35. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.